ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഇടതു സർക്കാർ സ്വീകരിച്ച നിലപാട് വലിയ വിമർശനങ്ങൾക്കും അതേസമയം തന്നെ അനുകൂല പ്രതികരണങ്ങളുമൊക്കെ ഇടയാക്കുന്നത് നമ്മൾ ആ വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് കണ്ടതാണ്. ആ നിലപാടിൽ സർക്കാർ പിന്നോട്ട് പോകുമോ, നിലപാട് സർക്കാർ മാറ്റുമോ എന്ന പ്രസക്തമായ ചോദ്യം ഉയരുകയാണ്. സുപ്രീം കോടതിയിലെ നിലപാടിൽ വ്യക്തത വരുത്തുമെന്ന പരോക്ഷ പരാമർശവുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ് ഇന്ന് രംഗത്ത് വന്നത്. ആചാരാനുഷ്ഠാനങ്ങൾ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും PS പ്രശാന്ത് പറയുന്നു. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലാണ് ബോർഡ് പ്രസിഡന്റ് ഈ പ്രതികരണം. ആദ്യം ആ പ്രതികരണം കേൾക്കാം. നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ച് ശബരിമലയിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നമ്മൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. നമുക്ക് നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യും. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ എന്താണെന്ന് അറിയാമല്ലോ. ആ ആചാരാനുഷ്ഠാനങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കും. ഒപ്പം തന്നെ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യും. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി. പ്രശാന്ത്, നവോത്ഥാന സംരക്ഷണ സമിതി ഉൾപ്പെടെ രൂപീകരിച്ചുകൊണ്ട് CPM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനും നേരിട്ടിറങ്ങിയാണ് യുവതീ പ്രവേശനം എന്ന ഉത്തരവ് നടപ്പാക്കണമെന്ന ആവശ്യവുമായി കേരളീയ സമൂഹത്തിന് മുന്നിലേക്ക് വന്നത്. അത് പുരോഗമനമായ നിലപാടാണ്. അതിനൊപ്പമാണ് സർക്കാർ എന്താണ് കോടതിയിൽ സ്വീകരിച്ച നിലപാട്. ഇപ്പോൾ അതിൽ നിന്ന് പിന്നാക്കം പോവുകയാണോ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകുന്ന സൂചന എന്താണ്? സർക്കാർ തങ്ങളുടെ നിലപാട് മാറ്റും എന്ന് കരുതേണ്ടതുണ്ടോ? ജതീഷ്, ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതിനു മുൻപ് സർക്കാരും ദേവസ്വം ബോർഡും യുവതീ പ്രവേശ വിഷയത്തിൽ മുൻപ് സ്വീകരിച്ച നിലപാട്, അതായത് യുവതീ പ്രവേശത്തിന് അനുകൂലമായ സുപ്രീം കോടതിയിൽ സ്വീകരിച്ച നിലപാട് മാറ്റണം എന്ന ആവശ്യം BJP-യും സംഘപരിവാർ സംഘടനകളും ഉയർത്തിയിരുന്നു. അപ്പോൾ ഇത്തരം ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന ചോദ്യം ഞാൻ തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ഉന്നയിച്ചത്. അപ്പോൾ അദ്ദേഹം അതിന് നൽകിയ മറുപടിയാണ് നമ്മൾ തൊട്ടു മുൻപ് കേട്ടത്. ആ മറുപടിയിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ദേവസ്വം ബോർഡിന് ഇപ്പോൾ ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ ഒരു നിലപാടില്ല. കാരണം ഇപ്പോൾ നിയമജ്ഞരുമായി ആലോചിച്ച് ഇക്കാര്യത്തിൽ ശബരിമലയിലെ ആചാരവും അനുഷ്ഠാനവും എന്താണ് എന്നത് സുപ്രീം കോടതിയെ അറിയിക്കും, അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും എന്നതാണ്. അതിനർത്ഥം എന്താണ്? നിലവിൽ ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരിക്കുന്ന ഈ വിഷയത്തിൽ 10 വയസ്സിനും 50 വയസ്സിനും മധ്യ പ്രായമുള്ള യുവതികൾക്ക് അവിടെ കയറാം എന്ന 2018 സുപ്രീം കോടതി വിധി, ആ വിധിക്ക് അനുകൂലമായ നിലപാടാണ് ദേവസ്വം ബോർഡിന്റെ സർക്കാരിൻ്റെതുമായി സുപ്രീം കോടതിയിലെ 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് പുനഃപരിശോധന ഹർജി പരിഗണിക്കുന്ന 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് മുൻപാകെയുള്ളത്. അതിൽ ഒരു മാറ്റം വരുത്തും, അല്ലെങ്കിൽ അതാണ് സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ പരിഗണനയിലുള്ളത്. സ്വാഭാവികമായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇക്കാര്യങ്ങൾ ഇത്ര വ്യക്തതയോടെ പറയുമ്പോൾ അതിനർത്ഥം സർക്കാരിൻ്റെയും പിണറായി സർക്കാരിൻ്റെ നിലപാട്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ നിലപാട് അത് തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പ് വർഷമാണ്, തെരഞ്ഞെടുപ്പ് വരുന്നു. ശബരിമല വിശ്വാസികളുടെ വികാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മുൻപ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി അന്ന് LDF നേരിട്ടതാണ്. അതായത് 2020 ഫെബ്രുവരി മാസം 6-ാം തീയതിയാണ് 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് മുൻപാകെ ഈ പുനഃപരിശോധനാ ഹർജിയിലെ വാദം നടക്കുന്നത്. അന്ന് രാകേഷ് ദ്വിവേദി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി അന്ന് വാദിച്ച ആ വാദം ഞാൻ വിശദീകരിക്കാം. യുവതീ പ്രവേശത്തെ അനുകൂലിക്കുന്നു, എല്ലാവർക്കും ക്ഷേത്രപ്രവേശനത്തിന് അധികാരമുണ്ട്, ഇക്കാര്യം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, എല്ലാ വ്യക്തികൾക്കും മതത്തിൽ തുല്യ അവകാശമുണ്ട്. ഈ നിലപാടാണ് വ്യക്തമാക്കിയത്. അതായത് 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് മുൻപാകെ നടന്ന വാദമാണ്. അതിനുശേഷം 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് മുൻപാകെ വരുമ്പോൾ ഇനിയിപ്പോൾ അതായത് ഇതൊരു അടഞ്ഞ അധ്യായമല്ല എന്നാണ് ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. അന്ന് സ്വീകരിച്ച നിലപാടിൽ വ്യക്തത വരുത്താൻ പോവുകയാണ്. ഒരു U-ടേൺ സംഭവിക്കുന്നു എന്നത് കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ് ഏറ്റവും ഒടുവിലായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണഘടനാ ബെഞ്ചിന് മുൻപാകെ വിശദീകരിച്ചിരിക്കുന്ന അവരുടെ വാദം. അതായത് 10 വയസ്സിനും 50 വയസ്സിനും മധ്യ പ്രായമുള്ള സ്ത്രീകളെ അവിടെ പ്രവേശിപ്പിക്കാം എന്നായിരുന്നു 2020 ദേവസ്വം ബോർഡിന്റെ വാദം, സർക്കാരിന്റെ വാദം. അതിൽ മാറ്റം വരാൻ പോകുന്നു. അതായത് ശബരിമലയിലെ ആചാരം എന്താണ്, ശബരിമലയിലെ അനുഷ്ഠാനം എന്താണ്, അക്കാര്യങ്ങൾ നിയമജ്ഞരുമായി ആലോചിച്ച് സുപ്രീം കോടതിയിൽ ഇനി ബോധിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതിലേക്ക് കടക്കും.
അതായത് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഒരു ക്ലോസ്ഡ് ചാപ്റ്റർ അല്ല, അത് വീണ്ടും ഓപ്പൺ ചെയ്യാൻ പോകുന്നു, അവിടെ നിലപാട് വ്യക്തമാക്കാൻ പോകുന്നു എന്നത് തന്നെയാണ് വളരെ വ്യക്തമാണ്. ദേവസ്വം ബോർഡ് യുവതീ പ്രവേശന അനുകൂലമായി സ്വീകരിച്ച നിലപാടിൽ നിന്ന് പിന്നാക്കം പോകുന്നു LDF ഇടത് സർക്കാർ എന്ന വളരെ പ്രസക്തമായ ചോദ്യമാണ് ഉയരുന്നത്. ദേവസ്വം ബോർഡ് അധ്യക്ഷൻ PS പ്രശാന്തിന്റെ ഒരു പ്രതികരണത്തിന്റെ തുടർച്ചയായിട്ടാണ് അത്തരം ചർച്ചകളിലേക്ക് എത്തുന്നത്. ഒന്നും അടഞ്ഞ അധ്യായമല്ല, ഇനിയും തീരുമാനങ്ങളിൽ മാറ്റം വരാമല്ലോ എന്ന തരത്തിൽ ദേവസ്വം ബോർഡ് അധ്യക്ഷന്റെ ഭാഗത്തുള്ള പ്രതികരണമാണ് കേട്ടത്. എന്തായാലും വലിയ തോതിൽ രാഷ്ട്രീയമായും വിശ്വാസപരമായും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിലാണ് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ യുവതീ പ്രവേശന കാര്യത്തിലും പുതിയ ചർച്ചകൾ ഉയർന്നു വരുന്നത്. പ്രശാന്ത് കൃഷ്ണയാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.